അപ്പോൾ നമുക്ക് നല്ല ബ്രൈറ്റ്നസ് ഉണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ ഇത്രയും റിസൾട്ട് കിട്ടണമെങ്കിൽ സൂപ്പർ കളറ്, നല്ല അടിപൊളിയായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളി. നോക്ക്. ഹായ് ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഒരു പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളി ഫേസ് പാക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വെയിൽ കൊണ്ടിട്ടുള്ള ടാന് അത് മാറിക്കിട്ടാനും കുരുക്കൾ വന്ന കറുത്ത പാടുകൾ, ചെറിയ ചെറിയ കറുത്ത പുള്ളികൾ, പിഗ്മെൻറ്റേഷൻ, അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്ത് ആരും പോകരുത്. സ്കിപ്പ് ചെയ്ത് പോയാൽ ഞാൻ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഫുള്ളായിരുന്നു കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ല് വരെ അതും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് വരും. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരും ഒന്ന് സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. വീഡിയോസ് കാണുന്നവർ ആരും ലൈക്ക് ചെയ്യുന്നില്ല. കാണുന്നവരൊക്കെ കണ്ടിട്ട് പോകുന്നുണ്ട്, പക്ഷെ ആരും ലൈക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ, പോകാം. പൊട്ടോട്ട വെച്ചിട്ടാണ് കേട്ടോ, ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് നമുക്ക് പാക്ക് തയ്യാറാക്കുന്നത്. ഉരുളക്കിഴങ്ങ് അടിപൊളി സാധനം, ബെസ്റ്റാണ്. മുഖത്തെ കറുത്ത പാടുകൾ, കരിമങ്കലൊക്കെ പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ്. ടാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് മാർക്ക് കിട്ടും കേട്ടോ. നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ മാർക്ക് കിട്ടുന്നതാണ്. ഉരുളക്കിഴങ്ങ് സൂപ്പർ സാധനമാണ് കേട്ടോ, പാടുകൾ മാറിക്കിട്ടാൻ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പീസ് എടുക്കാം. ഞാൻ ചെറിയ പീസ് അപ്പോൾ എടുത്തിട്ടുള്ളൂ, ചെറിയൊരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. നല്ല കഴുകിയിട്ട് കൊണ്ടുവന്നാണ്. നമുക്കിത് നല്ലവണ്ണം ജ്യൂസാക്കി അടിച്ചെടുക്കണം. ജ്യൂസല്ല, നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ജ്യൂസാക്കി എടുക്കേണ്ട, അരച്ചെടുത്താണ് നമുക്ക് യൂസ് ആക്കേണ്ടത്. അപ്പോൾ അത് നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കുന്നത് പാലൊഴിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് നല്ലവണ്ണം അടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ തിളപ്പിക്കാത്ത സാധാരണ പച്ചപ്പാലാണ്, വെള്ളമൊന്നും ചേർക്കാത്ത പച്ചപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പച്ചപ്പാൽ പറഞ്ഞിട്ട് ഞാൻ കളിയാക്കാനൊന്നും വരരുത് കേട്ടോ. എന്താണെന്നറിയോ, പച്ചപ്പാൽ കൊണ്ട് തന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. പച്ച കളറല്ലോ ഇത് വെള്ള കളറാണെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയിട്ടുണ്ട്. ഞാൻ പച്ചപ്പാലെന്ന് ഉദ്ദേശിച്ചത് തിളപ്പിക്കാത്ത പാലെന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ വിവരമുള്ളവർ ആരെങ്കിലും പറയില്ല കേട്ടോ. അപ്പം ഞാൻ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കേട്ടോ. നമുക്ക് നല്ലവണ്ണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം, നല്ല പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പം ഞാൻ നല്ല പേസ്റ്റാക്കി അരച്ചിട്ടുണ്ട് കേട്ടോ, നല്ല കൊഴുപ്പിൽ വന്നിട്ടുള്ളത്. അപ്പം നമുക്കിനി ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബൗളെടുക്കുക, അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ലൂസായിട്ടായിരിക്കും നമുക്കിത് കിട്ടുക കേട്ടോ. ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാകും, നമുക്കതൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ലൂസായാലും പ്രശ്നമൊന്നുമില്ല, നമുക്കിതിൽ വേറെ സാധനങ്ങളൊക്കെ ചേർത്താനുണ്ട്. അപ്പോൾ അത് നല്ല കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ലെമനാണ്. അപ്പോൾ ലെമൺ ചേർക്കുമ്പോൾ അത് പിരുത്തു പോകാൻ സാധ്യത, ഈ പാലൊക്കെ ഒഴിച്ചത് കൊണ്ട് ഇങ്ങനെ പിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ലെമൺ ചേർക്കരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് വേറൊരു സാധനമാണ് കേട്ടോ. വേറൊരു സാധനം എന്താണെന്ന് വെച്ചാൽ ഷുഗറാണ്, പഞ്ചസാര. അപ്പോൾ അത് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ അത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മതി കേട്ടോ, 1 ടേബിൾ സ്പൂൺ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് അരിപ്പൊടിയാണ്, നമ്മുടെ നേസ്പത്രിയുടെ പൗഡർ ഉണ്ടല്ലോ. അപ്പോൾ അതാണ് 1 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ, കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഫാൻ ഇട്ടതുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക, പറന്നു പോകുന്നുണ്ട് കേട്ടോ അരിപ്പൊടിയൊക്കെ. അപ്പോൾ നമുക്ക് പാക്കിന് ആവശ്യമായതിനനുസരിച്ചിട്ട് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ലെമൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ കളയാം, എന്നിട്ടിങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ലെമൺ ചേരാത്ത ആൾക്കാരുണ്ടാകും, ഫേസിന് ചിലപ്പോൾ വല്ല ഇറിറ്റേഷൻ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഈ ലെമൺ മാത്രമായിട്ട് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരത്തുള്ളൂ. നമുക്കിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങൾ വരില്ല. എന്നാലും നിങ്ങൾക്ക് ഇത് ഇനി പറ്റില്ല എന്നാണെങ്കിൽ യൂസ് ആക്കണ്ട കേട്ടോ. ചെറുനാരങ്ങ നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാം. അപ്പോൾ ഇതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചെറുനാരങ്ങയൊക്കെ ലെമനൊക്കെ നമ്മുടെ ഫേസിന് അടിപൊളി. എന്താണെന്ന് ചോദിച്ചാൽ ഫേസിൽ ടാനൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിലും അതുപോലെ കറുത്ത പാടൊക്കെ പോകാനൊക്കെ നല്ലതാണ്. നല്ല കളറ് വരുത്താനൊക്കെ അടിപൊളി സാധനമാണ് കേട്ടോ. അതുപോലെ ഈ അരിപ്പൊടി നമ്മൾ നല്ല ബ്രൈറ്റൻ ആക്കാനും നല്ല നിറം വരുത്താനും സഹായിക്കും. അതുപോലെ തന്നെയാണ്
പാലും നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ്നെസ് കൂട്ടാൻ പറ്റുന്നൊരു അടിപൊളി സാധനമാണ് പാല്. പിന്നെ പഞ്ചസാര, അതൊരു ചെറിയൊരു സ്ക്രബാണ് കേട്ടോ, ഫേസിന് സ്ക്രബിന് വേണ്ടിയിട്ടാണ് ഞാൻ അപ്ലൈ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നല്ല ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഈ നമ്മുടെ റൈസ് പൗഡർ ഇട്ടിട്ടുണ്ടല്ലോ, അത് ചെറിയ ചിലപ്പോൾ കട്ടകളൊക്കെ ഉണ്ടാകും, പൊടിയല്ലേ. അപ്പോൾ ആ കട്ടകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിതൊരു സ്ക്രബ്ബറുമാണ്, ഒരു ഫേസ് പാക്കുമാണ്. നമ്മുടെ ഫേസിലുണ്ടാകുന്ന പാടുകളും കറുത്ത പുള്ളികളും പിഗ്മെൻറ്റേഷൻ, കരിമംഗല്യം, വെയിൽ കൊണ്ട് ടാൻ എല്ലാം മാറിക്കിട്ടും. കണ്ണിടെ ഉണ്ടാകുന്ന കറുത്ത പാടെല്ലാം മാറിക്കിട്ടും കേട്ടോ. ഈ പാക്ക് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് പോലും രാത്രി ടൈമിലാണ് ഞാൻ ചെയ്തത്. നമുക്ക് ഈവനിങ് ടൈമിലാണ് ചെയ്യുന്നത് നല്ലത്. അപ്പോൾ ഈവനിങ് ടൈം ആകുമ്പോൾ വെയിൽ നമുക്ക് ഫേസിലേക്ക് പിന്നെ തട്ടാൻ ഒരു സാധ്യതയില്ല, അപ്പോൾ ടാൻ അടിക്കില്ല. അപ്പോൾ പകൽ സമയത്ത് ചെയ്യണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പകൽ സമയത്ത് ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ വെയിൽ പിന്നെയും കൊണ്ടിട്ട് ഫേസിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ടാൻ അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പകൽ സമയത്ത് ചെയ്യാതെ രാത്രി ടൈമിൽ മാത്രം ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം, എന്നാലേ ഫേസിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുള്ളൂ. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം യൂസ് ആക്കിയതുകൊണ്ട് അങ്ങനെ പ്രശ്നങ്ങൾ മാറിക്കിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഫസ്റ്റ് ഒന്ന് കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് തരാം, കാണിച്ചു തരാം. അതിന് ശേഷം നമുക്ക് ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല ഒന്ന് മസാജും കൂടി ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടി ഞാൻ കയ്യിൽ കാണിച്ചു തരുന്നത്. ഫേസിനെ ഫുള്ളായി കാണിക്കാത്തത് കൊണ്ട് എനിക്കിങ്ങനെ മസാജ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫേസിൽ ചെയ്ത് കാണിച്ച് തരുന്നത്, കയ്യിൽ ചെയ്ത് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. നമുക്കിനൊരു 15 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം കേട്ടോ. ഇങ്ങനെ നല്ല ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കയ്യിലും കാലിലൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ടാൻ അടിച്ചുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഫേസിൽ നമ്മുടെ കരിമംഗല്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് ഒരു 1 വീക്കിൽ നമുക്ക് നല്ല മാറ്റം കിട്ടും. നമുക്ക് ഡെയിലി യൂസ് ആക്കണം കേട്ടോ. എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം അങ്ങനെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം യൂസ് ആക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം, എന്നാലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ചില ആൾക്കാർ പറയാറുണ്ട് ഈ പാക്ക് ഉപയോഗിച്ചിട്ട് ഒരു മാറ്റം കിട്ടുന്നില്ല എന്നൊക്കെ. പക്ഷെ അവർ എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും യൂസ് ആക്കുന്നത്. എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ആക്കിയിട്ട് ഒരു കാര്യമില്ല. എപ്പോഴും എല്ലാ ദിവസവും ഡെയിലി യൂസ് ആക്കേണ്ടത് ഡെയിലി യൂസ് ആക്കുക തന്നെ വേണം. എപ്പോഴെങ്കിലും വീക്കിൽ 2-3 തവണ യൂസ് ആക്കേണ്ടത് അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കയ്യിലൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ ഫേസിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഞാൻ ഫേസിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അത് ഇങ്ങനെ മസാജ് ഫേസിൽ ചെയ്യുന്നത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കയ്യിൽ കാണിച്ചു തരുന്നത്. ഇത് കുറച്ച് ലൂസായി പോയത് കൊണ്ടാണ് ഇങ്ങനെ ഒഴുകി പോകുന്നത്. അപ്പോൾ നമ്മൾ നല്ലവണ്ണം ഫേസിൽ മസാജ് ഒരു 5 മിനിറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. 5 മിനിറ്റ് മസാജ് ചെയ്യണം. എന്നിട്ട് 15 മിനിറ്റ് കഴിഞ്ഞ് വെക്കുക, എന്നിട്ട് കഴുകിക്കളയുക. അപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്യട്ടെ കേട്ടോ. അപ്പം ഞാൻ മൊത്തത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. മാസ്ക് ഇട്ടാത്തോടെ അങ്ങനെ പിടിച്ചിരിക്കും കൈ കേട്ടോ. ഞാൻ ഫേസിന് കാണിച്ചിട്ടില്ല ഇതുവരെ, അപ്പം ഞാൻ അതുകൊണ്ട് ഫേസ് കാണിക്കുന്നത്. അപ്പോൾ മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫേസിന് മൊത്തം അപ്ലൈ നല്ല മസാജ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളയാം. നല്ലവണ്ണം 5 മിനിറ്റോളം നല്ലവണ്ണം നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കഴുകിക്കളയാം. നമുക്ക് റിസൾട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കഴുകിയാലോ ഒന്ന് കയ്യിലൊന്ന് തുടച്ച് കാണിച്ചു തരാം കേട്ടോ. ഡ്രൈ ആവാത്ത മുന്നേ കഴുകി കളയണം. ഡ്രൈ ആയ ശേഷം കഴുകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഡ്രൈ ആവണം മുമ്പ് തന്നെ കഴുകിക്കളയാം കേട്ടോ. നമുക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നല്ല ബ്രൈറ്റ്നസ് ഉണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ ഇത്രയും റിസൾട്ട് കിട്ടണമെങ്കിൽ സൂപ്പർ കളറ്, നല്ല അടിപൊളിയായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളി. നോക്ക്, നല്ല 2 ഡിഫറെൻറ്റ് വന്നിട്ടുണ്ട്. നോക്കിയാൽ തന്നെ മനസ്സിലാകാനുള്ളൂ. അടിപൊളി റിസൾട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്.
ഇതൊന്ന് ഫുള്ളായിട്ട് ഇതൊന്ന് കഴുകിക്കളയാഞ്ഞ്. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് കേട്ടോ. കയ്യത്തെ റിസൾട്ട് ഇതാണ്. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ലൊരു തിളക്കവും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് ഫൈനലായിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഫേസിലും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം എൻ്റെ ഫേസൊക്കെ നല്ലവണ്ണം വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി റിസൾട്ടാണ്. ഫേസൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ടാനൊക്കെ എളുപ്പത്തിൽ മാറിക്കിട്ടും, നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ മാറിക്കിട്ടും. പക്ഷേ കരിമംഗല്യം, പിഗ്മെൻറ്റേഷൻ, പിന്നെ അതുപോലെ തന്നെ കണ്ണെടുത്ത് കറുത്ത പാടുകൾ, കുരുക്കൾ വന്ന കറുത്ത പാടുകൾ, അതെല്ലാം മാറിക്കിട്ടണമെങ്കിൽ ഒരു പ്രാവശ്യം യൂസ് ആക്കി മാറി കിട്ടില്ല. നമ്മൾ ഡെയിലി യൂസ് ആക്കണം. ഡെയിലി യൂസ് ആക്കുക. ഡെയിലി യൂസ് ആക്കി കഴിഞ്ഞാൽ ഒരു 1 വീക്കിൽ തന്നെ നമുക്ക് നല്ല അടിപൊളി റിസൾട്ടായിരിക്കും കിട്ടുന്നത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 1 മന്ത് യൂസ് ആക്കുകയാണെങ്കിൽ ഫേസിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും തേഞ്ഞ് മാഞ്ഞു പോകും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടിപൊളി റിസൾട്ടായിരിക്കും കിട്ടുന്നത്, ഉറപ്പാണ്. ഞാൻ തന്നെയാണ് ഗ്യാരണ്ടി. അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ എല്ലാവരിലേക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസ് വേണ്ടിയിട്ട് ചെയ്യാൻ പോവാണ്. വീഡിയോസ് ഇത്രയും കൂടെ കയ്യിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് പറഞ്ഞാൽ ഒന്ന് കയ്യിൽ ആദ്യം ചെയ്ത് നോക്കുക, എന്നിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഓൾറെഡി ഇനി ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ വല്ല പേടിയോ അല്ല ബുദ്ധിമുട്ടോ അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നമുക്ക് നേരെ ഫേസിലേക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൽ ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു അടിപൊളി സാധനമാണ് കേട്ടോ. എല്ലാം അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസോടെ വേണ്ടിയിപ്പോൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരിലേക്കും ഒന്ന് എത്തിച്ചും കൂടി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പക്ഷേ ഒരു കാര്യം കൂടി പറയട്ടെ, ഞാൻ വ്ളോഗ്സൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണാം കേട്ടോ. വ്ളോഗ്സും എൻ്റെ ഈ ടിപ്സുകളൊക്കെ കാണാം, എല്ലാ വീഡിയോസും കാണാം. കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും, ടാറ്റ, ബൈ, താങ്ക് യു.